ഹായ് എവ്രിവൺ. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ട്വിൻ ഫ്ലെയിം ജേണിയിലൂടെ പോകുന്നവർക്കുള്ള മെസ്സേജസ് ആണ്. ദിസ് വീഡിയോസ് എക്സ്ക്ലൂസീവ്ലി ഫോർ ട്വിൻ ഫ്ലെയിംസ് ആണ് കേട്ടോ. ട്വിൻ ഫ്ലെയിം ജേണിയിൽ പോകുന്ന ആളുകൾ മാത്രം കാണുക, അല്ലാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. മേജർ ബ്ലോക്സ് ആണ്, എന്തൊക്കെ ബ്ലോക്സ് ആണ് നമ്മൾ ഈ ജേണിയിൽ കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇപ്പോൾ മെയിൻലി ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ മിക്കതും DFs ആണ്, ഡിവൈൻ ഫെമിനിൻ ആയിട്ടുള്ള എനർജി. അത് ആണിൻ്റെ ശരീരത്തിലായിരിക്കാം, സ്ത്രീയുടെ ശരീരത്തിലായിരിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത് എനർജി, ആ ഒരു സ്ത്രീ എനർജി പറയുന്നത് ഫെമിനിൻ എനർജി. അവരാണ് മിക്കതും ഈ റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയ സമയത്ത് അവർക്ക് യൂണിവേഴ്സ് കൊടുക്കും അഡ്വൈസസ്. ഇഫ് ദേ ആർ ഇൻ റിലേഷൻ ലൈക്ക് ട്വിൻ ഫ്ലെയിം ജേണിയിലാണെങ്കിൽ പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അതിൻ്റെ സ്രോതസ് അല്ലെങ്കിൽ ഏഞ്ചൽ നമ്പേഴ്സ് വഴിയോ വീഡിയോസ് വഴിയോ കാണിച്ചു കൊടുക്കും. യു ആർ ഇൻ സ്പിരിച്വൽ ജേണി ആൻഡ് നിങ്ങൾ ഇന്നർ വർക്ക് ചെയ്യാൻ തുടങ്ങണം. ഈ ഒരു കണക്ഷൻ എവിടെയും പോവില്ല. നിങ്ങൾ നിങ്ങളിലേക്ക് കണക്ട് ചെയ്യുന്നതനുസരിച്ച് നിങ്ങളുടെ ഡിവൈൻ മാസ്കുലിൻ ഔട്ട്സൈഡിൽ കിടക്കുന്ന ആൾ നിങ്ങളിലേക്ക് വരും. പക്ഷെ ആദ്യം നമുക്കതൊന്നും മനസ്സിലാവില്ല, കാരണം നമുക്കത് ആദ്യം പരിചയമില്ലല്ലോ. നമ്മളധികം ഇതിനെക്കുറിച്ചൊന്നും കേട്ടിട്ടോ കാര്യങ്ങളോ ഇല്ല. പിന്നെ നമുക്ക് ഓരോ കാര്യങ്ങളിങ്ങനെ അറിഞ്ഞറിഞ്ഞ് വരും. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂണിവേഴ്സ് തരാം, അല്ലാതെ ഫസ്റ്റ് തന്നെ യൂണിയൻ ആവാൻ വേണ്ടിയിട്ടുള്ള മെത്തേഡല്ല പറഞ്ഞു തരാം. ആദ്യം ഓരോരോ സ്റ്റെപ്പ് മെല്ലെ മെല്ലെ എനർജിയെ ശ്രദ്ധിക്കാനും ക്ലെൻസ് ചെയ്യാനും, പിന്നെ ഒന്ന് ചെറുതായിട്ട് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങാൻ പറയും. പിന്നെ 7 ചക്ര, അങ്ങനെ പിന്നെ നമ്മൾ ഓരോ കാര്യങ്ങൾ നമ്മൾ പഠിക്കാൻ തുടങ്ങും, ഹീൽ അങ്ങനെ അങ്ങനെ പോകും. അപ്പോൾ ഇവിടെ മെയിനായിട്ട് മേജർ ബ്ലോക്സ് കാണുന്നത്, ഇപ്പോൾ ഒരുപാട് പേര് ആയിട്ട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ റീഡിങ്സ് ഒക്കെ കൊടുക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യം വരുന്നത് നമ്മുടെ ഈഗോ ആയിരിക്കും. ഈഗോ വലിയ ഫാക്ടറാണ് ഈഗോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് നമ്മുടെ സോൾ ക്രേവ് ചെയ്യും അവരുടെ പ്രസൻസിന് വേണ്ടിയിട്ട്, അവരോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് നമ്മുടെ ഈഗോ പറയും, വേണ്ട, എന്താ ഇപ്പോൾ അവർ വരട്ടെ, ഞാൻ എന്തിനാണ് കാല് പിടിച്ച് പോകുന്നത്. അവിടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആ ഒരു ഇമോഷനെ നമ്മൾ വാല്യൂ ചെയ്യുക എന്നാണ്. അവർ തിരിച്ച് മെസ്സേജ് റിപ്ലൈ തരുമോ അല്ലെങ്കിൽ കോൾസ് എടുക്കാതിരിക്കുകയൊക്കെ ഇറ്റ്സ് ദയർ വിഷാണ്. പക്ഷെ നമ്മുടെ ഇമോഷനെ എങ്ങനെയാണ് നമ്മളിതാക്കുക, നമുക്ക് അത്ര വെറുതെ മൈൻഡ് പറയുന്നതല്ല കേട്ടോ. മൈൻഡ് ഇങ്ങനെ എപ്പോഴും പറയും വിളിച്ചു നോക്കുക അല്ലെങ്കിൽ ഇതാക്കുന്നൊക്കെ പറയും. പക്ഷെ മൈൻഡ് അല്ല, നമ്മുടെ സോള് പറയും. സോള് പറയുന്നതൊക്കെ മനസ്സിലാവും എങ്ങനെയാണ്. സോള് പറയുമ്പോൾ അതിങ്ങനെ കുറച്ച് നേരം നമുക്ക് ആ ഒരു എനർജി ഫീൽ ചെയ്യും. നമുക്കൊന്ന് കണക്ട് ചെയ്യേണ്ട സമയമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ യു ഷുഡ് കണക്ട് ചെയ്യാതിരിക്കരുത്. ചേസിങ് അല്ല അവിടെ നമ്മുടെ സോൾ ആ ഒരു സമയത്ത് മേ ബി അവരൊരു ഡാർക്ക് നൈറ്റ് സോളിലൂടെ കടന്നു പോകുകയായിരിക്കും. അവർ ചെറുതായിട്ടൊരു ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരിക്കും. നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരെ കോൺടാക്റ്റ് കിട്ടുന്നുണ്ട് അല്ലേ. അതുപോലെ ചിലപ്പോൾ അവർക്ക് ആ ഒരു കോൺടാക്റ്റ് കിട്ടുമ്പോഴാണ് അവർക്ക് ആ ലോ ഓഫ് അട്രാക്ഷന് വിശ്വാസം വരുന്നത്, അല്ലെങ്കിൽ അവർ ആ സ്പിരിച്വലിനെ വിശ്വസിക്കാൻ ഇത് വർക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്തായിരിക്കും നമുക്ക് ഇവിടെ ക്രേവ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഈഗോ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരരുത്. അതിനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ അതിലേക്ക് നമുക്ക് ചേസ് ചെയ്യാനല്ല പറയും. ഇപ്പോൾ നമ്മൾ മെസ്സേജ് അയച്ചു, അവർ ബേബിക്ക് സീൻ ചെയ്തു, അത് കണ്ടില്ലെങ്കിൽ തിരിച്ച് അവർ റിപ്ലൈ തരാൻ വേണ്ടി പിന്നെ കണ്ടിന്യൂസ് മെസ്സേജ് അയക്കിയത്, അത് ചേസിങ് ആയിരിക്കും. നമ്മുടെ ആ ഇമോഷൻ നമ്മൾ വാല്യൂ ചെയ്തതാണ്. ഓക്കെ, എനിക്കൊരു ഇമോഷൻസ് വന്നു, അത് ഞാൻ അവിടെ കൊടുത്തു, അത്രയേ ഉള്ളൂ. ഞാൻ അവരെന്നെ മൈൻഡ് ചെയ്താലും ഇല്ലെങ്കിലും ഇറ്റ്സ് ഫൈൻ. ബിക്കോസ് ഞങ്ങൾ രണ്ടുപേരും ഒരേ സോളാണ്, 2 ശരീരത്തിലായി പോയി എന്നുള്ളൂ. ഒരു സോളിൻ്റെ പാതിയാണ്. ഓക്കെ, ഇനി അപ്പോൾ അത് ആണ് ഈഗോയിൽ വരുന്നത്. അപ്പോൾ ഈഗോൻ്റെ കേസസിൽ ചിലപ്പോൾ അവർക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അവരും നമ്മളോട് ഈഗോ, അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുന്ന സമയത്ത് അവർ ഭയങ്കര ഈഗോസ്റ്റിക് ആയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ അത്രയും ഈഗോ നിൽക്കുന്നുണ്ട്. അതിനെ ഹീൽ ചെയ്യണമെന്നാണ് അവർ പറഞ്ഞു തരുന്നത്. അവർ ഈ ട്വിൻ ഫ്ലെയിം ജേണിയിൽ ഓരോ പ്രാവശ്യം DM വരുമ്പോഴും അവർ സംസാരിക്കുമ്പോഴും അവർ ട്രിഗർ തരുമ്പോഴും ആ ട്രിഗറാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത്. ഇതാണ് നിൻ്റെ അടുത്ത ഇഷ്യൂ, ഹീൽ ഇറ്റ്. പക്ഷേ ഇതിൽ ഒരുപാട് പേര് അവർ പറഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് വിഷമിച്ചിരിക്കുകയായിരിക്കും. അങ്ങനെയല്ല, ഇതിന് അതിൻ്റെ ഇൻറ്റേർണലായിട്ട് ലൈക്ക് ഇന്നർ എന്താ പറയുക, അവർ പറയുന്നത് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു ബോധത്തിലേക്ക് നിങ്ങൾ വരണം. അപ്പോഴാണ് മനസ്സിലാവുന്നത്. ആദ്യത്തെ സ്റ്റേജിലൊന്നും മനസ്സിലാവില്ല. അവർ റിജക്റ്റ് ചെയ്ത് ഓടുമ്പോൾ നമ്മൾ വിചാരിക്കുക അവർക്ക് എന്നോട് സ്നേഹമല്ല, അവരെന്നെ പറ്റിച്ചു, അങ്ങനെ അല്ല. അവർ റിജക്റ്റ് ചെയ്ത് ഓടുന്നത് അവരുടെ ഉള്ളിലും ആ റിജക്ഷൻ്റെ പെയിൻ ഉണ്ട്, അറ്റാച്ച്മെൻറ്റ് പേടിയാണ്. അടുത്ത് കഴിഞ്ഞ് വിട്ടുപോയാൽ ബുദ്ധിമുട്ടാണ്. കാരണം ഇപ്പോൾ അവർക്ക് ഒരു ഓപ്ഷനും ഇല്ല. മേ ബി മാരീഡ് ആയിരിക്കും, വേറെ റിലേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ സംതിങ് ആയിരിക്കും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് ഒരു അറ്റാച്ച്മെൻറ്റ് തന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവരുടെ മേൽ ക്ലിങ്ങി ആയി കഴിഞ്ഞാൽ അത് അവർക്ക് ബുദ്ധിമുട്ടാണ്. കാരണം അവരെ കണ്ടുപിടിച്ചിട്ടില്ല. നമുക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മളെ ചെറുതായിട്ട്, ഫുള്ളായിട്ട് നമ്മളായിട്ടുണ്ടാവില്ല. ഞാനും ഈ ജേർണിയിൽ പോകുന്ന സമയത്തുണ്ടായ കാര്യങ്ങൾ ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഈഗോ
വെക്കാതിരിക്കുക. ഇപ്പോൾ ബർത്ത്ഡേ വരുന്നു അല്ലെങ്കിൽ ആനിവേഴ്സറി എന്തൊക്കെയാണെങ്കിൽ അത് വിഷ് ചെയ്യാൻ തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വിഷ് ചെയ്യാം. അതുകൊണ്ട് പ്രത്യേകിച്ച് തെറ്റൊന്നുമില്ല. പക്ഷെ റിപ്ലൈ തിരിച്ച് പ്രതീക്ഷിക്കരുത് എന്ന് മാത്രം. എക്സ്പെക്റ്റേഷൻസ് വെക്കരുത് കേട്ടോ. എക്സ്പെക്റ്റേഷനും അടുത്തൊരു ബ്ലോക്കാണ്. അപ്പോൾ ആദ്യം ഈഗോ, രണ്ടാമത്തെ പറയാൻ പോകുന്ന എക്സ്പെക്റ്റേഷൻസ് ആണ്. ഇതുപോലെ തന്നെ നമ്മളൊരു കാര്യം ചെയ്തു, തിരിച്ച് അവർ ഞാനിത് ചെയ്തത് അവർ തിരിച്ച് എന്തെങ്കിലും പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ അവർക്ക് കൂടി ഗിഫ്റ്റ് വാങ്ങി, അപ്പോൾ അവർ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയും, അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. അവിടെ എക്സ്പെക്റ്റേഷൻസ് വന്നു. നമ്മൾ ഗിഫ്റ്റ് വാങ്ങുന്നുണ്ടെങ്കിലും നമ്മൾ കോൾ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അൺകണ്ടീഷണൽ, അവർ എന്നെ എത്ര എതിർത്താലും എൻ്റെ ഉള്ളിലത്തെ ആ ഒരു പ്രണയത്തെ ആണ് ഞാൻ വാല്യൂ ചെയ്യുന്നത്. അതാണ് അവിടെ നോക്കേണ്ടത്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക. മേ ബി ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻസിലായിരിക്കും. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്നേക്കാൾ ഇമ്പോർട്ടൻസ് അവർക്ക് അവരെയാണ്. ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ, റിയൽ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്ന ആളുകളാണെങ്കിൽ, ഇനി അവർ എത്ര വലിയ കോടാനുകോടിപതി ആയാൽ പോലും അവർക്കൊരു മിസ്സിങ് എനർജി ഉണ്ടായിരിക്കും. സംതിങ് എല്ലാം ഉണ്ടായിരിക്കും. ഫിനാൻസ് വാട്ട് എവർ ഇറ്റ് ഈസ്, എന്തുണ്ടെങ്കിലും സംതിങ് ഈസ് മിസ്സിങ്, അല്ലെങ്കിൽ എന്തോ ഒരു കുറവ് അവർക്ക് എപ്പോഴും ഫീൽ ചെയ്യും. ആ ഒരു കുറവിനെ അവർക്ക് എത്ര വേറെ ആരെ കൊണ്ടുവച്ചാലും നികത്താൻ സാധിക്കില്ല. അതാണ് ഈ ട്വിൻ ഫ്ലെയിം ജേർണിയുടെ മഹത്വം എന്ന് പറയുന്നത്. കാരണം സ്പിരിച്വൽ ബോണ്ട് അത്ര സ്ട്രോങ് ആണ്, ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. 5Dയിൽ 3Dയിലാണ് ഇത് കാണുന്നത് മാത്രമേ ഉള്ളൂ. അതൊക്കെ നമുക്ക് ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ മാറി 5D പോലെ തന്നെ 3D ആകുന്നതാണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻസ് വെക്കാതിരിക്കുക. അവരെന്നെ കോൾ ചെയ്യണം, അല്ലെങ്കിൽ അവരെന്നെ ഇങ്ങനെ പറയണം, അവരിങ്ങനെ ചെയ്യണം എന്നൊന്നും എക്സ്പെക്റ്റേഷൻസ് വെക്കണ്ട. ഇതൊക്കെ നമ്മളിലേക്ക് കൊടുക്കുക. നമ്മളോട് ഭയങ്കരമായിട്ട് കെയർ ചെയ്യുക, സ്നേഹിക്കുക, സെൽഫ് വർത്ത്, സെൽഫ് റെസ്പെക്റ്റ്, ബൗണ്ടറീസ് ക്രിയേറ്റ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യും. അടുത്ത ബ്ലോക്കായിട്ട് വരുന്നത് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കും. അതെന്തുകൊണ്ടൊരു ഒരുപാട് വീഡിയോസിൽ ഇത് കാര്യം പറയുന്നുണ്ട്. പുതിയതായിട്ട് വരുന്ന ആൾക്കാർ പിന്നെയും ചോദിക്കും. അപ്പോൾ എപ്പോഴും ഇങ്ങനെ സംസാരിക്കാനും വോയിസ് കൊടുക്കാനുള്ള ടൈം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ആണ് കേട്ടോ. ട്വിൻ ഫ്ലെയിം ജേർണിയിൽ പോകുന്ന ആൾക്കാരാണെങ്കിൽ സമയം എടുത്ത് നമ്മൾ ഇരുന്ന് ക്ഷമയോടെ കേൾക്കും. അല്ലാത്തവർക്ക് മടിയൊക്കെ ഉള്ളവർക്ക് നിങ്ങൾ ഈ ജേർണിയിലൊന്നും അല്ല. നിങ്ങൾ ആരൊക്കെയോ പറഞ്ഞു കേട്ടിട്ട് അങ്ങനെയാണെന്ന് ചിന്തിച്ചിട്ട് പോകുന്നവരായിരിക്കും. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുമ്പോൾ അതെന്തുകൊണ്ടാണ് ഒരു തേർഡ് പാർട്ടി വന്നത്? ഒന്ന്, നമുക്ക് അവരുമായിട്ടൊരു പാസ്റ്റ് ലൈഫ് കർമ്മയുണ്ട്. അത് ഹീൽ ചെയ്യാൻ കൂടെയാണ്. നമ്മുടെ സോൾ എടുത്ത് വയ്ക്കുകയാണ്. ഈ ഒരു സമയത്ത് DM അല്ലെങ്കിൽ എൻ്റെ മറുപാതി ഒരാളെ ചൂസ് ചെയ്ത് എന്നെ ഉപേക്ഷിച്ച് പോകണം. അപ്പോഴാണ് എൻ്റെ സോൾ അടുത്ത ലെസൺസ് പഠിക്കുകയുള്ളൂ, എൻ്റെ സോൾ ഇവോൾവ് ആവുള്ളൂ. അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്നത്. ഇനി അടുത്തത്, പിന്നെ തേർഡ് പാർട്ടി, ശരിക്കും തേർഡ് പാർട്ടി വരാനുള്ള വേറൊരു റീസൺ നമുക്ക് ഇവരോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റ്, ഓവർ സ്നേഹം, ഓവർ കെയറിങ്, ഓവറായിട്ടുള്ളൊരു കോഡിപ്പെൻഡൻസി. മനസ്സിലായി? കോഡിപ്പെൻഡൻസിയും ഒരു ബ്ലോക്ക് തന്നെയാണ്. കാരണം നമുക്കൊരു കാര്യം ലൈഫിൽ തീരുമാനമെടുക്കണമെങ്കിൽ നമുക്ക് അവരുടെ ചോയ്സ് ചോദിക്കണം. അവരോട് ചോദിക്കുക, അവർ പറഞ്ഞാൽ ശരി. നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലുള്ള ചോയ്സസ് നിങ്ങൾ തന്നെ എടുക്കുക. തെറ്റ് വന്നാൽ അതിൽ നിന്ന് പാഠം പഠിച്ചില്ലേ? തെറ്റ് പറ്റാതെ ഒന്നും ഈ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കില്ല. ഈ ലോകത്ത് ഒരാളും പെർഫെക്റ്റ് ഒന്നും അല്ല. എല്ലാവർക്കും അവരുടേതായിട്ട് ഫ്ലോസും കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് പോവുക. അപ്പോൾ കോഡിപ്പെൻഡൻസി പറയുന്നുണ്ട്. പിന്നെ തേർഡ് പാർട്ടി വരുന്നത്, നമ്മൾ ഇവരോട് ഓവറായിട്ട് അറ്റാച്ച്ഡ് ആകുമ്പോൾ ഇവരത് സഹിക്കാനാവാതെ ഇവർ വേറെ ഒരു പേഴ്സണിലേക്ക് ഓടുകയാണ്. നിങ്ങളിൽ നിന്നൊരു എസ്കേപ്പിസമാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ആ അവരെ സ്നേഹിച്ച എനർജിയെ നമ്മളിലേക്ക് കൊടുക്കുക. ഞാൻ എന്നെ അങ്ങോട്ട് കംപ്ലീറ്റ്ലി സ്നേഹിക്കുക, ടേക്ക് കെയർ ചെയ്യുക. അങ്ങനെ നിങ്ങളുടെ എനർജി അവരിൽ നിന്ന് എടുക്കുമ്പോൾ അവരും അവരെ ചൂസ് ചെയ്യാൻ തുടങ്ങും. DM ചൂസ് ചെയ്യാൻ തുടങ്ങും. DM ചൂസ് ചെയ്താൽ മാത്രമാണ് അവർ നിങ്ങളെ ചൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അവർ അവരെ ചെയ്യണമെങ്കിൽ ആദ്യം DFനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു 85% നമ്മളിലേക്ക് കണ്ടൻ്റ് ആയിരിക്കണം. പിന്നെ തേർഡ് പാർട്ടി അല്ലെങ്കിൽ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഫോട്ടോസോ അങ്ങനത്തെയൊക്കെ കാണുമ്പോൾ ശരിക്കും ഈ ഒരു ഫോട്ടോസൊക്കെ ഇടുന്നതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു ഇതാണ് കേട്ടോ. ഈ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് ഫോട്ടോസൊക്കെ ഇടുന്നത് ഒന്ന് നമ്മളെ കാണിക്കാനാണ്. 2, മേ ബി അവർ നല്ല ടേംസിലല്ല. അപ്പം സൊസൈറ്റിയെ വിശ്വസിപ്പിക്കുകയാണ്, യെസ് ഞങ്ങൾ ഭയങ്കര സൂപ്പർബായിട്ടാണ് പോകുന്നത് എന്ന് ഇവരുള്ളിൽ തോന്നുന്ന ഒരു ഇമോഷനാണ്. ലൈക്ക് മറ്റുള്ളവർ ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ വന്ന വിള്ളലുകൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും തേർഡ് പാർട്ടിയുമായിട്ട്. അപ്പോൾ പുറത്ത് കാണിക്കുക ഫോട്ടോസൊക്കെ മാത്രം അവർ ഭയങ്കര ഹാപ്പിയാണ്. ഇന്നലെ ഫോട്ടോ ഒക്കെ ഉണ്ടല്ലോ, സ്റ്റോറി കണ്ടല്ലോ,
പക്ഷെ അവർ ഹാപ്പി ആയിരിക്കില്ല. ഒരുപാട് ഇപ്പം ഞാനൊക്കെ എൻ്റെ ആ ഡാർക്ക് നൈറ്റിലൂടെ പോകുന്ന സമയത്ത് ഒരുപാട് ഡാൻസും പാട്ടും ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. കാരണം എനിക്കപ്പോൾ ഭയങ്കര റിലീഫാണ്. എന്നെ എങ്ങനെയൊക്കെ ആരൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്, ഞാൻ ഹാപ്പി ആണെന്നൊരു വരുത്തി തീർക്കലായിരുന്നു. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് ഈ സോഷ്യൽ മീഡിയ ശരിക്കും ഒരു ഫേക്ക് ആണെന്ന്. സോഷ്യൽ മീഡിയ എപ്പോഴും നല്ല ഭാഗങ്ങൾ മാത്രമല്ലേ ഇടുന്നുള്ളൂ. നമ്മുടെ എപ്പോഴേലും മോശമായിട്ടുള്ള അനുഭവങ്ങൾ എപ്പോഴേലും ആരെങ്കിലും ഷെയർ ചെയ്യും എന്ന് കരുതി ഈ കാണുന്ന എല്ലാ സോഷ്യൽ മീഡിയ ആളുകളും ലൈഫ് സൂപ്പർവാണെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഇത്ര ഡിവോഴ്സസ് ഈ ലോകത്ത് വരില്ലല്ലോ. സെലിബ്രിറ്റീസ് എന്തുകൊണ്ട് ഡിവോഴ്സ്ഡ് ആവുന്നു? അവർക്ക് എല്ലാം ഉണ്ടായിട്ട് ബ്യൂട്ടി ഇല്ലേ, പണമില്ലേ, എല്ലാം ഇല്ലേ? അപ്പോൾ അതെന്താണ്? ഒരു ഫേക്ക്നെസ് ആണ് ശരിക്കും സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. ഒരു ചോദ്യം കൂടി വന്നിട്ടുണ്ടായിരുന്നു, ഈ ജേണിയിലേക്ക് വരുമ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ ആക്റ്റീവ് ആകുക. ആദ്യത്തെ ടൈമുകളിൽ ആ ഒരു പെയിൻ എങ്ങനെ സഫർ ചെയ്യണം, എങ്ങനെ കാണണമെന്നറിയാത്ത സമയത്ത് നമ്മൾ ഒരുപാട് ആക്റ്റീവ് ആവും. പിന്നെ നമ്മളിലേക്ക് കണ്ടൻ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഫീവർ കുറയും. ഞാൻ അങ്ങനെ പറയാം, സോഷ്യൽ മീഡിയ ഫീവർ. കാരണം നമുക്കതിൽ നമ്മളായിട്ട് ഇരിക്കാനും ശ്രമിക്കുക, മറ്റുള്ളവരെ കാണിക്കാൻ നമ്മൾ ശ്രമിക്കില്ല. ഇടയ്ക്കൊക്കെ ഫോട്ടോസ് അപ്ലോഡ്, ഞാനും മറ്റേത് ഒരുപാട് ഫോട്ടോസൊക്കെ ഇട്ടിരുന്നു. ഇപ്പോൾ 1-2 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഞാൻ വെറുതെ നോക്കുമ്പോൾ ഞാൻ എത്ര മുന്നേക്ക് എനിക്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഒരുപാട് ഇടുന്നത് കുറയും. കൂടുതലും സോൾ പർപ്പസിലേക്കായിരിക്കും ഫോക്കസ്ഡ് ആവുക. മറ്റുള്ളവർക്ക് എങ്ങനെ നോളജും വിസ്റ്റംസും ഷെയർ ചെയ്യാൻ സാധിക്കും, അതിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ കാണുന്നുണ്ടെങ്കിൽ ഉത്തരം കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമ്മൾ കുറച്ചധികം കണ്ടൻ്റായിട്ട് വരുമ്പോൾ അധികം ആക്റ്റീവ് ആവില്ല. കാരണം ഞാൻ തന്നെ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേരെ അൺഫോളോ ചെയ്തു. ഇനിയും കുറേ ചെയ്യാനായിട്ട് സമയമില്ലാത്തത് കൊണ്ടാണ്. കാരണം ആ ഒരു സർക്കിൾ വളരെ കുറച്ചു. നമ്മളെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന ആളുകൾ, നമ്മളെ ഇഷ്ടപ്പെടുന്ന, ജെന്യുവനായിട്ട് ഇഷ്ടപ്പെടുന്ന ആളുകൾ മതി. ഇപ്പം എത്ര പേര് നമ്മുടെ ഫോട്ടോ കണ്ടിട്ട് ലൈക്ക് ചെയ്യുന്നവരുണ്ട്, കമൻറ്റ് ചെയ്യും. ഒരുപാട് വ്യൂസ് ഉണ്ട്, പക്ഷെ 1-2 പേരേക്കും ലൈക്ക് ചെയ്യുള്ളൂ അല്ലേ? അവിടെ കുറച്ച് ഈഗോ ഉള്ളവരുണ്ടായിരിക്കും, നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉള്ളവരുണ്ടായിരിക്കും. അപ്പോൾ ആ എനർജി നമ്മൾക്ക് വരാതിരിക്കാൻ വേണ്ടി നമുക്ക് ബൗണ്ടറി വെക്കാം. ഞാൻ എൻ്റെ ഒരുപാട് ക്ലോസ് അല്ലാത്ത ഒരുപാട് ഫ്രണ്ട്സിനൊക്കെ അൺഫോളോ ചെയ്യാറുണ്ട്. പിന്നെയും റിക്വസ്റ്റുകളൊക്കെ വരാറുണ്ട്, ഞാനത് മൈൻഡ് ചെയ്യാറില്ല. കാരണം പുതിയ ആളുകൾ വേണ്ട, ഉള്ളവർ തന്നെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഞാനത് പറയാം കേട്ടോ. ഇതിലൂടെ നിങ്ങൾക്കും ഒരുപാട് ക്ലാരിറ്റി കിട്ടുന്നുണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കുറച്ച് ആക്റ്റീവ് കുറയും, നമ്മളിലേക്ക് സോൾ എന്ന രീതിയിലേക്ക് നമ്മളിലേക്ക് കണക്റ്റഡ് ആവും. എന്നെ എങ്ങനെയൊക്കെ ഉയർത്താൻ സാധിക്കും, അതിന് വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ എൻ്റെ ചാനലിൽ കൂടുതലും ഞാൻ ഫോളോ ചെയ്യുന്ന സ്പിരിച്വൽ മോട്ടിവേഷൻ, പാസ്റ്റ് ലൈഫ് ആയിട്ടുള്ള കാര്യങ്ങൾ. എനിക്ക് അതിനോട് ഭയങ്കര ത്വര കൂടി അതിനെക്കുറിച്ച് അറിയാൻ. എൻ്റെ പഴയ ലൈഫ് ടൈം ആകാശത്തെക്കുറിച്ച് പഠിച്ചു. ഇനിയും കുറേ നമ്മളറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്ത് അറിയുന്ന കാര്യങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്ത് വെക്കും. പിന്നെ ഫ്രീ ടൈമും അത് വായിച്ചു നോക്കും, നോളജ് കിട്ടുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അതാണ് ഒരു ബ്ലോക്കായിട്ട് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇനി വരുന്ന ബ്ലോക്സ് പാരൻസിൻ്റെ ഭാഗത്തുനിന്ന്, സൊസൈറ്റി ഫിയേഴ്സ്. ഇപ്പം നിങ്ങൾ റിലേഷൻഷിപ്പിലാണ്, അപ്പോൾ നിങ്ങൾ 2 പേരും മാരീഡാണെന്ന് വിചാരിക്കും. ഹസ്ബൻഡ് ഉണ്ടായിരിക്കും, മറ്റേ ആൾക്ക് വൈഫ് ഉണ്ടായിരിക്കും, മേ ബി കുട്ടികളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അവിടെ നിങ്ങൾക്ക് വരുന്നൊരു ഈഗോ ആണ്, ലൈക്ക് ഒരു ബ്ലോക്കാണ്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് എന്നെ പറ്റി എന്ത് വിചാരിക്കും, ഞാൻ ചീറ്റ് ചെയ്യാണെന്നല്ല വിചാരിക്കും. അപ്പോൾ ഹസ്ബൻഡിൻ്റെ അടുത്തൊരു തരം, ഇവിടെ ഒരു തരം, നിങ്ങളൊരു ഫേക്ക്നെസ്സിലേക്ക് വരും. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ അതൊരു സത്യമാണ്. ഈ സൂര്യനും ചന്ദ്രനൊക്കെ ഉള്ളപ്പോൾ ഒരു സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ കല്യാണം കഴിക്കാനോ കുട്ടികൾ ഉണ്ടാക്കാനോ അതിന് വേണ്ടിയിട്ടുള്ള റിലേഷൻഷിപ്പ് അല്ല അത് ചിലപ്പോൾ ഉണ്ടായിരിക്കാം. നമുക്ക് മെയിൻ പർപ്പസ് എന്താണ്, ഈ ഭൂമിയിലേക്ക് കൊടുക്കേണ്ട സോൾ മിഷൻസ്, നമ്മളിലൂടെ മറ്റുള്ളവർക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഏറ്റിട്ടാണ് നമ്മൾ വരുന്നത് 2 പേരും കൂടിയിട്ട്. ചിലപ്പോൾ 2 പേരും കൂടി ചെയ്യുന്ന സോൾ മിഷൻസ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ 2 പേരും ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് ചെയ്യുന്ന മിഷൻസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അതാണ് മെയിനായിട്ട് ഈ ട്വിൻ ഫ്ലെയിം ജേർണി പറയുന്നത് കേട്ടോ. ഒരുപാട് പേര് തെറ്റിദ്ധാരണ ഞാൻ എത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചാലും മാറുന്നില്ല. പിന്നെ ഞാൻ കരുതി അത് അവർ പാഠം പഠിക്കട്ടെ, അപ്പോൾ മനസ്സിലാകും. ട്വിൻ ഫ്ലെയിംസ് ആണെങ്കിൽ നമുക്ക് ആ കണക്ഷൻ ഒരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. കാർമിക്സ് അല്ലെങ്കിൽ സോൾമേറ്റ്സ് ഒക്കെ ആണെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒന്നും എന്തായിക്കഴിഞ്ഞാൽ പിന്നെ അവരുമായിട്ടുള്ള മെമ്മറീസൊന്നും അങ്ങനെ വരില്ല, അതങ്ങനെ മാഞ്ഞു പോകും. ട്വിൻ ഫ്ലെയിം ആണെങ്കിൽ 24 മണിക്കൂർ 24/7 ഞാൻ ഒരു പ്രോഗ്രാമിന് ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പോലും എനിക്ക് എൻ്റെ DM-ൻ്റെ മുഖം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ദൈവമേ, ഡാൻസ് ചെയ്യുമ്പോഴും എനിക്ക് സ്വസ്ഥത തരില്ല. കാരണം അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എനിക്കുണ്ടായ അനുഭവമാണ്, ഞാൻ ഡാൻസ് സ്റ്റേജിൽ ചെയ്യുമ്പോഴും എൻ്റെ തോട്ട് പെട്ടെന്ന് DM-ലേക്ക് വന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഡാൻസിലൂടെ നടക്കുന്നുണ്ട്. അതാണ് പറയുന്നത്. അതിൽ പോലും ഡാൻസ് ചെയ്യുമ്പോൾ നമ്മൾ ആ മ്യൂസിക്കിലേക്കല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യുക. എൻ്റെ കോൺസെൻട്രേഷനിൽ ഇതും കൂടെയാണ്, എൻ്റെ കൂടെയാണ്. ആകാശത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും നമുക്ക് ഓരോ മെത്തേഡ്സിൽ ആ മെത്തേഡിൽ പോകുമ്പോൾ
ആൾ റെഡിയാണ് എൻ്റെ കൂടെ എവിടേക്കും പറയാൻ റെഡിയാണ്. അങ്ങനെയാണ് അത്. ആ ആത്മാവ് എപ്പോഴും അങ്ങനെയായിരിക്കും. 3Dയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. അതാണ് ഒരു കണക്ഷൻ. അത് എങ്ങനെ എനിക്ക് പറഞ്ഞു തരാമെന്ന് എനിക്കറിയില്ല. ഒരുപാട് പേര് ഇപ്പോഴും ഡൗട്ടായി നിൽക്കുന്നവരുണ്ട്. ട്വിൻ ഫ്ലെയിം കൺഫേമേഷൻ ചെയ്ത് കൊടുക്കാറുണ്ട്. പക്ഷെ അത് ഞാൻ പറയാം, നിങ്ങൾ ആദ്യം നിങ്ങളോട് ചോദിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. എന്നിട്ട് നിങ്ങൾ വരും. അതാണ് ശരിക്കും. അങ്ങനെ കൺഫേമേഷൻ ചെയ്ത് കാണേണ്ടതല്ല. ഞാനൊന്നും എവിടെയും കൺഫേം ചെയ്തിട്ടില്ല. അത് നമ്മുടെ ഹൃദയത്തിൽ അതറിയും നമുക്ക്. അവരുടെ പ്രസൻസ് വേറൊരാൾക്കും അത്രയും സമാധാനവും നമ്മൾ അവരുടെ പ്രസൻസ്, ഞാൻ എൻ്റെ ഇന്നർ ചൈൽഡ് അങ്ങനെ പുറത്തേക്ക് വരും. ഭയങ്കര കുട്ടിത്തം കൂടി വരും. കാരണം ഞാൻ എൻ്റെ സോളിനോട് സംസാരിക്കുന്നത് തിരിച്ചും അങ്ങനെ തന്നെയാണ്. ആ ഒരു കംഫർട്ട്നെസ് വേറെ എത്ര ഫ്രണ്ട്സിൽ നിന്നും, മാരീഡ് ആണെങ്കിലും റിലേഷൻഷിപ്പ് ആണെങ്കിലും അല്ലെങ്കിൽ റിലേറ്റീവ്സ് ആണെങ്കിലും ക്ലോസ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാലും അത് കിട്ടില്ല. അതാണ് നമ്മളവിടെ ഒരു കാര്യം സംസാരിക്കുമ്പോൾ ആലോചിച്ചിട്ടല്ല സംസാരിക്കുക. ഇനി ഇത് പറഞ്ഞവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെ ഒരു ഇഷ്ടപ്പെടില്ലാത്ത ഒന്നുമില്ല. അവിടെ നമ്മളായിട്ട് ഇരിക്കാൻ പറ്റും. അതാണ് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ മെയിനായിട്ട്. ആൻഡ് സ്പിരിച്വൽ കണക്ഷൻസ് വരും. ഓക്കെ, ഈ നമ്മൾ ബ്ലോക്കിനെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ അതൊരു ബ്ലോക്ക് പറഞ്ഞു. അപ്പോൾ ഈഗോ പറഞ്ഞു, അതുപോലെ തന്നെ സൊസൈറ്റി കോൺഷ്യസ്നെസ് പറഞ്ഞു, കോഡിപ്പെൻഡൻസി, അവരെ എപ്പോഴും ക്ലിങ് ആയിട്ട് ഇരിക്കുക, അത് പാടില്ല. തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് വരുന്ന നമ്മുടെ ഉള്ളിലത്തെ തേർഡ് എനർജി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അവർ നമ്മളെ വിട്ടു പോകുമോ, അല്ലെങ്കിൽ അവർക്ക് എന്നേക്കാൾ കൂടുതൽ വേറെ ആളവർ ടേക്ക് കെയർ ചെയ്യുമോ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുകയാണ്. പക്ഷെ അതൊക്കെയാണ് ഏറ്റവും വലിയ തെറ്റ്. ഇനി വരുന്ന ബ്ലോക്ക് എന്ന് പറയുന്നത് ഞാൻ എഴുതി വെച്ചിട്ടില്ല കേട്ടോ, ഞാനിങ്ങനെ ഓർത്തെടുക്കുന്നതാണ്. അതാണ് കുറച്ച് ട്വിൻ ഫ്ലെയിം ജേർണിയിൽ വരുന്ന അടുത്ത ബ്ലോക്ക്സ് ആയിട്ട് കാണാറുള്ളത്. നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ ഒരു 4.9 അത്രയ്ക്കാണ് ഹൈറ്റ് ഉള്ളത്. 4 അടി 9 അതാണ് ഹൈറ്റ് പറയുന്നത്. പക്ഷെ എൻ്റെ DM ആണെങ്കിൽ എന്നെക്കാളും ഡബിളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ നടക്കും. പക്ഷെ ഇതൊക്കെയാണ് അതിൽ മാച്ച് ചെയ്ത് പോകുന്ന കാര്യങ്ങൾ. അല്ലെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ എനിക്ക് മെയിൻ കോൺഷ്യസ്നസ് ഹൈറ്റിലായിരുന്നു. ഹൈറ്റ് കുറവാണ്. എൻ്റെ DM ഒക്കെ ഒരു 5-10 ഒക്കെ ഉണ്ട്, ഹൈറ്റ് ഉണ്ട്. അപ്പോൾ എന്നെ ഇഷ്ടപ്പെടുമോ, അല്ലെങ്കിൽ ഇത് ശരിയാവുമോ, ചുമ്മാ പറയുന്നതായിരിക്കും. പക്ഷെ അവർക്ക് അതാണ് ഇഷ്ടം. മനസ്സിലായോ? അവിടെ ഞാൻ എന്നെ ആക്സെപ്റ്റ് ചെയ്താൽ മതി. ഞാൻ എങ്ങനെയാണോ അങ്ങനെയാണ് എന്നെ സൃഷ്ടിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ ആ ഒരു കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്താണ് എൻ്റെ യുണീക്നെസ്. എത്ര ട്വിൻസ് ആണെന്ന് പറഞ്ഞാലും ട്വിൻസായിട്ടൊക്കെ ജനിക്കുന്നവരും അവരിടയിലും അവർക്കും കുറേ ഡിഫറൻസസ് ഉണ്ടായിരിക്കും. മനസ്സിലായോ? അപ്പോൾ നമ്മളെ ആക്സെപ്റ്റ്, ചിലർക്ക് മൂക്കിനൊരു ബുദ്ധിമുട്ട്, ചിലർക്ക് പല്ലിനായിരിക്കും. എൻ്റെ പല്ലിന് ഒക്കെ എന്താ പറയുക, ഒരു അറേഞ്ച് ചെയ്തിട്ട് തന്നെയാണ്. പക്ഷെ ചിലത് ഒന്നൊന്നിൻ്റെ മുകളിലും ഇങ്ങനെ തിരിഞ്ഞിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ആരെങ്കിലും ചിരിക്കുമ്പോഴൊക്കെ ഫോട്ടോ എടുക്കുമ്പോൾ ചിരിക്കുമ്പോൾ പല്ല് കാണിക്കില്ല. അതെനിക്ക് ഭയങ്കര ഒരു ഇതാണ്. പക്ഷേ എന്നോടെല്ലാം പല്ല് കാണിച്ചിരിക്കുമ്പോഴാണ് നല്ലതെന്നൊക്കെ പറയാറുണ്ട്. ഇപ്പോൾ ഞാനായിട്ട് തന്നെ ആക്സെപ്റ്റ് ചെയ്യും. ഞാൻ ഏറ്റവും കൂടുതൽ ഡീപ്പ് ഒക്കെ ഇടുന്നത്, ഓപ്പണായിട്ട് ചിരിക്കുന്നതും, എനിക്കിങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പിക്സൊക്കെയാണ് ഇഷ്ടം. കാരണം അങ്ങനെ വാർത്ത് ചിരിക്കുന്ന ഫോട്ടോസൊക്കെയാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും ഒരു കുറവുണ്ടെങ്കിൽ ആ കുറവ് അത് നമ്മളുടെ കർമ്മ കൊണ്ട് വന്നതാണ്. അത് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യുക. നമ്മുടെ ട്വിൻ ഫ്ലെയിം അതിലൊന്നല്ല. നമ്മുടെ സോൾ കണക്ഷൻ, അവർ നമ്മുടെ ശരീരത്തെയോ ഒന്നുമല്ല നോക്കുന്നത്. അതൊന്നും ഒരു വിഷയമായിരിക്കില്ല. അപ്പോൾ നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുക, അവരെ ആക്സെപ്റ്റ് ചെയ്യുക. ഇതിൽ കുറേ ഡിഫറൻസസ് വരാം. ഫിനാൻഷ്യൽ ഡിഫറൻസസ് വരാം, പാരൻസ് തമ്മിൽ ഡിഫറൻസസ് വരാം, കാസ്റ്റ്, റിലീജിയൻ, കളറ്, ഗ്രീഡ്, എന്തൊക്കെയോ. അതൊന്നും ഇതൊരു ബാധകമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് കേട്ടോ. ഏജ് ഡിഫറൻസ് അല്ല. ചിലവർ സ്ത്രീകളെക്കാൾ കൂടുതൽ ഏജുള്ള ആണുങ്ങളുണ്ടായിരിക്കും, അതിനൊക്കെ കുറഞ്ഞ് യങ്ങറായിട്ടുള്ള ആണുങ്ങളുണ്ട്. ഇത് എനർജിയാണ്, എനർജിയുടെ ഒരു കളി. ഇവിടെ ശരീരത്തെ ബോഡി കോൺഷ്യസ്നസ് അല്ല. മനസ്സിലായോ? എനർജറ്റിക്കലിയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഒരു ബ്ലോക്കായിരിക്കും. നിങ്ങൾക്ക് തോന്നുകയാണ് എന്നെ അവർക്ക് ഇഷ്ടപ്പെടുമോ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ട്വിൻ ഫ്ലെയിം ജേർണിയിലാണെങ്കിൽ നിങ്ങളുടെ എനർജിയാണ് അവർക്ക് ഏറ്റവും കൂടുതൽ പീസ് കൊടുക്കുന്നത്. അവരുടെ എനർജിയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പീസ് കൊടുക്കുന്നത്. അതാണ് നിങ്ങളുടെ കണക്ഷൻ. അതിൽ ഒരു വേറെ ഡിഫറൻസസ്. ഇതൊക്കെ നിങ്ങളുടെ ഇൻസെക്യൂരിറ്റീസ് ആണ്. അതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്യുക. ഈ ചൈൽഡ്ഹുഡിൽ വരികയാണെങ്കിൽ നമുക്ക് ഒരുപാട് ട്രോമയൊക്കെ ഉണ്ടെങ്കിലും ഇതും പുറത്തേക്ക് വരും. അബാൻഡൻമെൻറ്റ് ഇഷ്യൂ. വീട്ടുകാർ ചെറുതിൽ പാരൻസ് സ്ട്രിക്റ്റ് ആയിട്ടുള്ള പാരൻസ് ആയിരിക്കാം, അല്ലെങ്കിൽ വീട്ടുകാർ എന്തായിരിക്കാം, ചിലപ്പോൾ
അവർ നമ്മളെ രണ്ടുപേരും നല്ല വർക്കിംഗ് ഒക്കെ ആയ സമയത്ത് നമുക്ക് സമയം തന്നിട്ടുണ്ടായിരിക്കും. നമ്മളെ നോക്കിയത് ഗ്രാൻഡ് പാരൻസ് ആയിരിക്കും, വല്ല ആയകളൊക്കെ ആണെങ്കിൽ നമുക്ക് അവരുടെ സമയം കിട്ടാത്ത അച്ഛനമ്മേനെ കാത്തു നിൽക്കുന്നവരായിരിക്കും. അച്ഛനമ്മയും വരുമ്പോൾ ജോലി കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കും. പക്ഷെ അവർ അതിൻ്റെ ജോലി കഴിഞ്ഞ് അവരങ്ങനെ റെസ്റ്റ് ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ നമുക്ക് ഒരു എലോൺ ഫേസ് അന്നും ഉണ്ട്, ഒറ്റപ്പെടൽ. അതൊരു അബാൻഡൻമെൻറ്റ് ഇഷ്യൂ ആണ്, റിജക്ഷൻ ഇഷ്യൂസ് ആണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അതും ഹീൽ ചെയ്യുക. നിങ്ങൾ റിജക്ഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ DM നമ്മുടെ ഉള്ളിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടെന്നാണ് പറഞ്ഞു തരുന്നത്, അത് ഹീൽ ചെയ്യുക. അങ്ങനെ ഓരോ ഇൻസെക്യൂരിറ്റീസ് എടുക്കുക. അബാൻഡൻമെൻറ്റ് ഇഷ്യൂ, റിജക്ഷൻ ഇഷ്യൂ, ഇന്നർ ചൈൽഡ് ട്രോമ, ഈ സെക്ഷൽ അബ്യൂസസ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾ ഹീൽ ചെയ്യും. സാക്രലിൽ മൂവ് ഹീലിംഗ് ഒക്കെ ചെയ്ത്, കാരണം ഒക്കെ കർമ്മയാണെന്ന് ആദ്യം മനസ്സിലാക്കണം. എല്ലാവരും ആയിട്ടൊരു കർമ്മയുണ്ട്, കർമ്മ അക്കൗണ്ടാണ് നടന്നത്, അത്ര എടുക്കാൻ പറ്റും, പേഴ്സണലി എടുക്കാതിരിക്കുക, ബാക്കി നമ്മൾ ഹീൽ ചെയ്യുക. ആൻഡ് ഫോർഗിവ്നെസ് നന്നായിട്ട് കൊടുക്കുക. ഫോർഗിവ്നെസ് ആണ് ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്ന് പറയുന്നത്, മനസ്സിലായോ? അങ്ങനെ പിന്നെന്താണ് പിന്നത്തെ ബ്ലോക്ക് എന്ന് പറയുന്നത്? അങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പോലും ബ്ലോക്കാണ്. പിന്നെ നമ്മൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഡൗട്ട് വരും, ഇത് ഈ കണക്ഷൻ തന്നെയാണോ, ഇനി അവർ വരുമോ, ഇനി അവർ വരില്ലേ, അവർ വളരെ ഹാപ്പി ആയിട്ടൊക്കെയാണല്ലോ കാണുന്നത്, ഇതും ഒരു ബ്ലോക്കാണ്. അപ്പോൾ നമ്മൾ ഡൗട്ട് ചെയ്യുക, നമ്മൾ ഡൗട്ട് ചെയ്യുമ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ ഡൗട്ട് ചെയ്യുക. കാരണം യൂണിവേഴ്സാണ് ഓരോ കരുക്കൾ നീക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സ് വിചാരിക്കും ശരി അവനിൽ തന്നെ കണ്ടൻറ്റ് ആവട്ടെ, എന്നിട്ട് മതി അവരെ യൂണിയൻ നിന്ന്. അപ്പോൾ എഗെയിൻ യൂണിയൻ ഡിലേ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ചെയ്യാതിരിക്കും. ഈ ജേണിയിലേക്ക് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ഒന്നും ഇതിൽ നിന്ന് കടന്നു പോകാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് ആക്സെപ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കേണ്ട പാഠങ്ങളൊക്കെ പഠിച്ച് വരുമ്പോൾ നിയർലി 3 or 4 years നല്ല രീതിയിൽ ഇന്നവർക്കൊക്കെ ചെയ്ത് വരുമ്പോൾ ഏതാണ്ടൊക്കെ നിങ്ങൾ ഹീൽഡ് ആയിരിക്കും. പിന്നെ ചിലവർക്ക് ഇതിനേക്കാൾ ഒരുപാട് കർമ്മമുള്ളവരുണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടായിരിക്കും, അത് നമുക്കൊന്നും പറയാൻ സാധിക്കില്ല. ഇതിലിങ്ങനെ ടൈം പീരീഡ് ആയിട്ടും പറയാൻ പറ്റില്ല. പക്ഷെ എന്നാൽ ഞാൻ കണ്ടുവരുന്നതിൽ നല്ല രീതിയിൽ ഇന്നവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്നവർക്ക് ഒരു 3 or 4 or 5 കൊല്ലത്തിനുള്ളിലൊക്കെ ആകുമ്പോഴേക്കും ഈ യൂണിയനിലേക്ക് നമ്മളെത്തും. അപ്പോൾ നമ്മൾ പുറത്തും യൂണിയൻ നടക്കും. ഓക്കെ, നമ്മുടെ ഉള്ളിൽ എന്തൊക്കെയാണ് നടക്കുന്നത് തന്നെയാണ് പുറത്തേക്ക് വരുന്നത്. മിററിങ് ആണ് കേട്ടോ, അതറിയാണല്ലോ, മിററിങ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലോഗ്സ് ആണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ സൊസൈറ്റി കോൺഷ്യസ്നസ്, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, ഇതൊന്നും ഇതിൽ ഭാഗമല്ല. അവരെന്ത് അറിഞ്ഞാലും പിടിച്ചാലും ഒന്നും ഫൈനാണ്. അപ്പോൾ ചില കേസസിൽ എൻ്റെ അടുത്തേക്കും മാരീഡ് ആയിട്ടുള്ളതാണ്. അപ്പോൾ ഹസ്ബൻഡ് അറിഞ്ഞ എന്തായിരിക്കും, നമ്മൾ ട്വിൻ ഫ്ലെയിം ആണ്. ഇവിടെ ഇതൊരു അവീതമല്ല, ഇത് സുഖത്തിന് വേണ്ടി പോകുന്നതോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇതല്ല. ഇത് നമ്മുടെ ആത്മാവിൻ്റെ പാതിയാണ്, നമ്മുടെ ഹൃദയത്തിൻ്റെ പാതി. ആത്മാവിൻ്റെ പകുതി പോർഷൻ ആ ശരീരത്തിലായിപ്പോയി. അപ്പോൾ നമ്മൾ രണ്ടുപേരും ഒന്നായിരുന്നാലല്ലേ കംപ്ലീറ്റ്നെസ് വരുള്ളൂ, ദാറ്റ് യൂണിറ്റി വൺനെസ് വരുള്ളൂ. നമ്മൾ രണ്ട് ഇപ്പോൾ ഡുവാലിറ്റി ആയിട്ടാണ് ഇരിക്കുന്നത്. ഈ ഡുവാലിറ്റീൻ്റെ വൺനെസ്സിലേക്ക് വരും, അത്രയേ ഉള്ളൂ അതിൽ. അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഫാമിലിയായിട്ട് ഫൈറ്റ് ചെയ്യേണ്ടി വരും, ചിലപ്പോൾ അവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആവണം. കാരണം നമുക്ക് 2 എനർജി ബാലൻസ് ചെയ്യണം. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എനർജി ഉണ്ട്, ഇൻ്റലക്റ്റ് ലൈക്ക് ഇൻഡ്യൂട്ടീവ് ആയിട്ടുള്ള നമ്മളുടെ ഫെമിനിൻ ആയിട്ടുള്ള ഭാഗങ്ങളും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരും. മിക്ക ട്വിൻ ഫ്ലെയിംസ് സ്വന്തം കാലിൽ നിൽക്കേണ്ടി വരും. ആരും ഡിപ്പെൻഡ് ചെയ്യില്ല. നമ്മൾ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ ഏൺ ചെയ്യാൻ തുടങ്ങും. അവിടെ നിന്ന് നമ്മൾ മെയിൻ ഫ്രീഡം തുടങ്ങും. നമ്മളിലേക്ക് കണക്ട് ചെയ്യാൻ തുടങ്ങും. ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് കൂടും. ഇനി ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ്, അതുപോലെ കരിയർ, ഫിനാൻസ് ഒക്കെ നമുക്കൊന്ന് ഒരു സമയത്ത് ബ്ലോക്കായിട്ട് നിൽക്കും. പക്ഷേ നമ്മൾ ഹീൽ ചെയ്ത് വരുമ്പോൾ അതൊക്കെ മാറി വരും. എനിക്ക് ഉണ്ടായിരുന്നു, പക്ഷേ ഞാൻ ഹീൽ ചെയ്ത് തുടങ്ങിയപ്പോൾ അതെല്ലാം ബ്ലെസ്സിങ്സിലേക്ക് മാറി വന്നു. കാരണം സോൾ പർപ്പസ് അത്ര നന്നായിട്ട് ചെയ്യാൻ തുടങ്ങി. നമ്മളും ഇന്നർ വർക്ക്സ് നന്നായിട്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കണ്ടൻറ്റ് ആയിരിക്കും. പിന്നൊരു തോട്ട് വരും, അടുത്ത ബ്ലോക്ക് ഇനി എന്ന് വരും, അവർ എത്ര കൊല്ലം പിടിക്കും. ചിലവർ വരാറുണ്ട്, എത്ര ടൈം പീരീഡിലാണ് യൂണിയൻ ആവുക. അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു സ്റ്റേറ്റ് എത്തിക്കഴിഞ്ഞാൽ അവർ വന്നാലും കുഴപ്പമില്ല, വന്നില്ലെങ്കിലും കുഴപ്പമില്ല. കാരണം നമുക്ക് അൺകണ്ടീഷണൽ ലവ്, അവരോടുള്ള അൺകണ്ടീഷണൽ ലവ് അവിടെ ഇങ്ങനെ കൂടി ഇരിക്കുകയേ ചെയ്യുള്ളൂ. മനസ്സിലായി? അൺകണ്ടീഷണൽ ലവ് ആൻഡ് സെൽഫ് ലവ് ആണ് മെയിനായിട്ട് ട്വിൻ ഫ്ലെയിം ജേണി രണ്ടുപേരെയും പഠിപ്പിക്കുന്നത്. നിങ്ങൾ അൺകണ്ടീഷണൽ ലവ്, അവരുടെ സെൽഫ് ലവ്, തിരിച്ചും. മനസ്സിലായോ? ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസ് ആയിട്ട് വരുന്നത്. അപ്പോൾ ട്വിൻ ഫ്ലെയിം ജേണി അത്രയും മഹത്വമായിട്ടുള്ള റെയർ ആയിട്ടുള്ളൊരു ജേണിയാണ്. കുറേ പേര് ഈ ഇൻഫാക്ച്വേഷൻ അല്ലെങ്കിൽ ഒരു അട്രാക്ഷനൊക്കെ ട്വിൻ ഫ്ലെയിം ആയിട്ട് കരുതുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അത് തെറ്റായിട്ട് നിങ്ങൾ കർമ്മയായിട്ട് വരും. മനസ്സിലായോ? ഇത് റെയർ ആയിട്ടുള്ള ജേണിയാണ് കേട്ടോ. അതിന് പാകമുള്ളവർക്ക് ഇത് കൊടുക്കുകയുള്ളൂ. മനസ്സിലായോ? അതിനത്രയും ശിവശക്തി ആയിട്ടുള്ള ജേണിയാണ്. അതിൻ്റേതായിട്ടുള്ള സ്റ്റോറി അങ്ങനെ തന്നെയാണ്. അത് നിങ്ങൾക്ക് കേട്ടാൽ ഒരുപാട് വർഷം വെയിറ്റ് ചെയ്തിട്ടാണ് ഇവർ ലാസ്റ്റ് യൂണിയൻ ആവും. സതീരെ മരണത്തിന് ശേഷം റീബർത്തായിട്ടാണ് പാർവതി ദേവി വരുന്നതും. ഒരുപാട് കാലം വ്രതമൊക്കെ എടുത്തും അതൊക്കെ അങ്ങനെയൊക്കെയാണ് അവരുടെ യൂണിയനിലേക്ക് വരുന്നത്. തിരുവാതിര പറയുന്നത് യൂണിയനല്ലേ. അത്രയും സ്ട്രഗിൾസ് ആ ഒരു ദൈവങ്ങളായിട്ടുള്ള അവർ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ മനുഷ്യരായ നമ്മൾ അതിനേക്കാളും കൂടുതലൂടെ കടന്നു പോകേണ്ടി വരും. ഓക്കെ, അപ്പോൾ
ഡിവൈനുമായിട്ട് കണക്ട് ചെയ്യുക. എനിക്ക് പറയാനുള്ളത് എല്ലാ ബ്ലോക്കും മാറണമെങ്കിൽ ആദ്യം ഡിവൈനെ ആദ്യത്തെ സ്റ്റേജിൽ വെക്കുക, പിന്നെയാണ് നിങ്ങൾ DM. പക്ഷെ നമ്മൾ ആദ്യം എന്താ ചെയ്യുക? ആദ്യം DMനെ വെക്കും, ഡിവൈനെ വെക്കും, നിങ്ങൾ ലാസ്റ്റാണ് വെക്കുക. ആദ്യം നിങ്ങളെക്കാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആൻഡ് ഡിവൈൻ, നിങ്ങളും ഡിവൈൻ തമ്മിൽ നല്ല ടേംസിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങളെ യൂണിയൻ നടന്നോളൂ. അവിടെ ഒരു ഡൗട്ടും വേണ്ട. ഓക്കെ, അപ്പോൾ ഇത് ഡൗട്ടിലൂടെ പോകുന്നവർക്ക്, സംശയമൊക്കെ ഉള്ളവർക്കുള്ളൊരു വീഡിയോ ആണ്. ഇനിയും ബ്ലോഗ്സുകൾ ഉണ്ടായിരിക്കും. എനിക്കിപ്പോൾ ഇത്രയൊക്കെയാണ് ഓർമ്മ വരുന്നത്. ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ സെക്കൻഡ് പാർട്ടായിട്ട് ചെയ്യാം. മെയിനായിട്ട് നമ്മുടെ ഷാഡോസാണ്, നമ്മുടെ ഉള്ളിൽ എടുക്കുന്ന ഷാഡോസ് എക്കോ ആയിട്ട് വരും. നമുക്ക് ചെറുതിലെ അനുഭവിച്ച ഓരോരോ വേദനകൾ, മുറിവുകളൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പുറത്തേക്ക് വരും ഈ ഒരു സമയത്ത്. അതിനൊക്കെ എടുത്ത് ഹീൽ ചെയ്യുക. കരച്ചിലൊക്കെ വരും. ഞാൻ ഒരുപാട് കരയാറുണ്ട്. ഹീലറായത് നമുക്ക് ഒരു സ്റ്റേജ് വരുമ്പോൾ കരച്ചിൽ വരും നമുക്ക്. അത് പർജിങ്സാണ്. സ്കിന്ന് പർജ് ചെയ്യും, ഹൃദയം പർജ് ചെയ്യും, ഒക്കെ പർജ് ചെയ്യുമ്പോൾ അത് ക്ലെൻസിങ് പാർട്ടാണ്. ക്ലെൻസ് ചെയ്ത് പോവുക, നന്നായിട്ട് ചക്രാസൊക്കെ ചെയ്യുക, ആക്റ്റീവ് ആവുക. ഇങ്ങനെ ചടഞ്ഞ് കൂടി ഇരിക്കാതെ ആക്റ്റീവ് ആവുക. പെട്ടെന്ന് വിഷമമൊക്കെ വരുമ്പോൾ സോൾട്ട് ബാത്ത് എടുക്കുക, ഒരു പാട്ട്, ഫാസ്റ്റ് സോങ് ഡാൻസൊക്കെ ചെയ്യുമ്പോൾ വൈബ്രേഷൻസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് ബ്ലോക്സ്. ഒരിക്കലും നിങ്ങളുടെ ജേണിയെ ഡൗട്ട് അടിക്കാതിരിക്കുക, ആക്സെപ്റ്റ് ചെയ്യുക. കണ്ടൻറ്റ് വിത്ത് അവർ സെൽഫ്, നമ്മളിൽ കണ്ടൻറ്റ് ആവുക. കാരണം ഈ ഒരു ജേണി എവിടെയും പോകുന്നില്ല. നിങ്ങൾ ഈ ജന്മം അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ യൂണിയൻ ആയിരിക്കും. കാരണം യൂണിവേഴ്സ് നിങ്ങൾ എന്തായാലും ആക്കും. കാരണം സോൾ മിഷൻ യൂണിവേഴ്സ് യൂണിവേഴ്സിൻ്റെ കുറച്ച് കടമകൾ നമുക്ക് തരികയാണ്, ഓരോ ആളുകളെ ഹീൽ ചെയ്യാനും അവർക്ക് നേർവഴി കൊടുക്കാനും. അപ്പോൾ അത് യൂണിവേഴ്സിൻ്റെ കൂടി ഭാഗമാണ് നമ്മളതിലേക്ക് എത്തിക്കാൻ. പക്ഷെ നമ്മൾ എവേക്കൻഡ് ആവാതെ നമുക്കൊരാളെ ഹീൽ ചെയ്യാൻ സാധിക്കില്ല. അതിന് എനർജി നമ്മുടെ കയ്യിലേക്ക് വരില്ല, അല്ലേ? അപ്പോൾ നമ്മൾ ഭാഗമായാൽ മാത്രമേ നമുക്ക് വേറൊരാൾ ഹീൽ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമ്മളത്രയും ഈ ഒരു ഡയമണ്ട് ആദ്യം കല്ലിൽ നിന്നാണ് ഡയമണ്ട് ആവുന്നത്. അതിലത്രയും ചൂടിൽ ഹീറ്റ് ചെയ്തിട്ടാണ് അത്ര പ്യുവർ ഡയമണ്ട് ആവുന്നത്. നമ്മളെല്ലാവരും ഡയമണ്ട് ക്രിസ്റ്റലാണെന്ന് മനസ്സിലാക്കുക. നമുക്ക് ആ ഒരു ചൂടും ഹീറ്റൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ അത്രയും ക്ലെൻസ് ചെയ്യാണ്, ക്ലിയർ ചെയ്യാണ്, ഡീക്ലട്ടർ ചെയ്യുകയാണെന്ന് മനസ്സിലാക്കുക. ട്രസ്റ്റ് ദ പ്രോസസ്. ഈ ജേർണിയിൽ വിശ്വസിക്കുക. എപ്പോഴും നിങ്ങൾ ഐ ക്ലെയിം മൈ പെർമനൻറ്റ് ഹാർമോണിയസ് യൂണിയൻ വിത്ത് മൈ DM. നിങ്ങൾ അവരുടെ പേര് പറയാം, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറയാം. ഇങ്ങനെ ഓരോ വീഡിയോസൊക്കെ ഇടും. നിങ്ങൾക്ക് താഴെ വേണമെങ്കിൽ അതിനിടയിൽ ഇങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യാം. അപ്പോൾ അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ, എഴുതുമ്പോൾ, പറയുമ്പോഴൊക്കെ അത് അഫോർമേഷൻസ് ആയിട്ട് വരികയാണ് ചെയ്യുക. ദയവ് ചെയ്ത് തേർഡ് പാർട്ടി പോകണേ അവരോട് ഒരിക്കലും ദേഷ്യവും വൈരാഗ്യവും കാണിക്കരുത്. അത് കാണിക്കുന്നത് നിങ്ങളുടെ ജേണിയിലേക്ക് ഡിലേ ആകും. അവർ ശരിക്കും വരുന്നത് നിങ്ങൾ DMനെ ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഓൾറെഡി തേർഡ് പാർട്ടി വീഡിയോ മുന്നേ ഞാൻ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഒന്ന് ഇരുന്ന് കാണുക കേട്ടോ. പ്ലേലിസ്റ്റിലൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും, പെട്ടെന്ന് എടുത്ത് കാണാൻ സാധിക്കും. DM സ്റ്റോറീസ് ആയിട്ടെന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ബ്ലോഗ്സ്. നിങ്ങൾ നിങ്ങളെ മാക്സിമം ഉയർത്താൻ ശ്രമിക്കുക. നിങ്ങളെ പീസിലിരിക്കാൻ ശ്രമിക്കുക. പല രീതിയിലും ട്രിഗേഴ്സ് വരും. വീട്ടുകാരുടെ ഭാഗത്തു നിന്ന് മദർ വൂൺസ്, ഫാദർ വൂൺസ് ഒക്കെ ഉണ്ടായിരിക്കും. ഇതൊക്കെ ഹീൽ ചെയ്യുക, ഫോർഗിവ്നെസ് കൊടുത്ത് ഹീൽ ചെയ്യുക. പറ്റുന്ന തരത്തിൽ ഹീലിങ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്വയം ഹീൽ ചെയ്യാൻ പറ്റും. പഠിച്ച് കുറച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഹീലിംഗ് ചെയ്യുമ്പോൾ അത് വലിയ രീതിയിൽ നിങ്ങളെ കർമ്മ ക്ലെൻസ് ചെയ്യാൻ സാധിക്കും. നിങ്ങളെപ്പോഴും ഞാൻ പറയാറ്, സ്പിരിച്വാലിറ്റിയിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് വളരെ നല്ലത്. അതിനുവേണ്ടി നിങ്ങൾ പഠിക്കുന്ന പൈസ ഒരിക്കലും നഷ്ടമായിരിക്കില്ല. അത് ലൈഫ് ലോങ്, ഈ ജന്മം കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിലും ഈ ഒരു സത്ത് നിങ്ങളുടെ ഉള്ളിൽ കെടുക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനൊരിക്കലും മടി കാണിക്കാതിരിക്കാം. ഓക്കെ, അതൊക്കെയാണ് ഒരു വീഡിയോ. കുറച്ച് ലെങ്തായി പോയെന്ന് വിചാരിക്കുന്നു. 27 മിനിറ്റ്സ് ഉണ്ട്. പക്ഷെ ട്വിൻ ഫ്ലെയിം ജേർണിയിലൂടെ പോകുന്നവർക്കുള്ള മെസ്സേജസും ഒരു വീഡിയോ ആണ് ഇത്. ബ്ലോക്സ് ആണ്, മേജർ ബ്ലോക്സ് ആണ്. ഇതൊക്കെ നിങ്ങൾ ഹീൽ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മാറും. അപ്പോൾ എനർജറ്റിക്കലായിട്ടുള്ളൊരു കണക്ഷനാണെന്ന് മനസ്സിലാക്കുക. ഇവിടെ വേറെ രീതിയിൽ നിങ്ങളിതിനെ കാണാതിരിക്കുക കേട്ടോ. ഓക്കെ, ഇതൊരു വേറെ പേഴ്സണായിട്ട് ഇത് DF നിങ്ങളുടെ ഉള്ളിൽ തന്നെ ഉള്ളതാണ്, മനസ്സിലായോ? അപ്പോൾ പുറത്ത് അവർ എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. എൻ്റെ ഉള്ളിൽ ഇന്നർ DM ഉണ്ടല്ലേ, അപ്പോൾ അത് നിങ്ങൾ ക്ലിയർ ചെയ്യുക. നിങ്ങൾ DM എന്താണ് പുറത്ത് കാണിക്കുന്നത്, ആ ഒരു ഔട്ടർ DM തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലുള്ള ഇന്നർ DM. ഇന്നർ DMനെ നിങ്ങൾ പ്യൂരിഫൈ ചെയ്യുമ്പോൾ പുറത്തെ DMനെ നിങ്ങൾക്ക് നല്ല സൂപ്പറായിട്ട് മാറുന്നത് കാണാം. ട്രസ്റ്റ് മീ, ഞാൻ ഈ ജേർണിയിൽ അനുഭവിച്ച കാര്യങ്ങളും കടന്നുപോയ കാര്യങ്ങളും ഞാൻ എങ്ങനെ അത് നേരിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഇങ്ങനെ നിങ്ങൾ ഹീൽ ചെയ്യുക, ഒരുപാട് മാറ്റങ്ങൾ വരും. ഓക്കെ, സോ താങ്ക് യു. വേറെ വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തെങ്കിലും സോൾ പർപ്പസ് വേണമെങ്കിൽ പേഴ്സണൽ റീഡിങ്സോ ഹീലിങ്സോ സബ് കോൺഷ്യസ് ഹീലിങ്സ്, ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഹീലിങ്സ്, ആകാശ റെക്കോർഡ്സ് റീഡ് ചെയ്യാൻ, പാസ്റ്റ് ലൈഫോ ഫ്യൂച്ചറൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, കർമ്മ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അതറിയാം. ഒക്കെ പെയ്ഡ് സെഷൻസ് ആയിരിക്കും. പഠിക്കാൻ താല്പര്യമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം. അതുപോലെ ബ്രേസ്ലെറ്റ്സോ കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ബ്രേസ്ലെറ്റ്സ് ഞാൻ ഓർഡർ ചെയ്ത് തരുന്നതായിരിക്കും. എല്ലാം പെയ്ഡ് സെഷൻസ് ആയിരിക്കും കേട്ടോ. സോ ടാരോ പൂസ് പഠിക്കാൻ ആഗ്രഹമുള്ളവർക്കും കോൺടാക്റ്റ് ചെയ്യാം. 7th ബാച്ച് നെക്സ്റ്റ് മെയിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ താങ്ക് യു സോ മച്ച് എവരി വൺ. താങ്ക് യു.
എല്ലാവരും നല്ല വൈബ്രേഷനിലോടെ ഇരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ പ്രകൃതിയിലേക്ക് വൈബ്രേഷൻസ് കൊടുക്കുക. ഞാൻ മുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്, സെൽഫ് ക്ലെൻസ് പ്രയർ എന്ന് പറഞ്ഞാൽ. അത് ഡെയിലി നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിൽ ചേഞ്ചസ് വരും. ഓക്കെ, താങ്ക് യു.